റോയ് ചായ PV അൻവർ ഏറെക്കുറെ UDF പ്രവേശനം ഉറപ്പിച്ചു നിൽക്കുകയാണ്. ഈ മുന്നണി മാറ്റവും പാർട്ടി മാറ്റവും ഒന്നും കേരളത്തിലൊരു പുതിയ കാഴ്ചയല്ല. രാഷ്ട്രീയമായി ഇതെന്ത് ഗുണം ചെയ്യും എന്നുള്ളതാണ്. മുന്നണി പ്രവേശം പൂർണ്ണമായിട്ടില്ല. ഒന്ന്. രണ്ട്, ഈ അൻവർ തന്നെ കോൺഗ്രസിനകത്ത് UDFിൻ്റെ ഭാഗമായി നിന്നിട്ട് 2011 ചാടിപ്പോയ LDF സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയും പിന്നെ 2016 LDFിൻ്റെ ഭാഗമാകുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ കേരളത്തിൽ മുന്നണി മാറ്റം എന്ന് പറയുന്നത് ഒരു പുതുമയുള്ളതൊന്നുമല്ല. കേരള രാഷ്ട്രീയത്തിലെ ഒട്ടുമിക്ക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണി മാറുകയും പാർട്ടി മാറുകയും ഒക്കെ ചെയ്തതാണ്. AK ആൻ്റണി മുതൽ ഈ അൻവർ വരെ കേരളത്തിൽ കോൺഗ്രസ്സുകാർ മുന്നണി മാറുകയും പാർട്ടി മാറുകയും ഒക്കെ ചെയ്തിട്ടുള്ള പാരമ്പര്യമുള്ളവരാണ്. അപ്പോൾ അതൊരു പുതുമയുള്ള കാര്യങ്ങളല്ല. മുന്നണി മാറ്റം എന്ന് പറയുന്നത് കേരളത്തിൽ ഒട്ടുമേ പുതുമ. ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എല്ലാ മുന്നണിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിട്ടുള്ളതാണ്. അതിൻ്റെ ഓരോ ഘടകങ്ങളും എല്ലാം പോയത്. ഇപ്പോൾ തന്നെ LDFിൽ തന്നെ എത്ര 3-4 ഘടകങ്ങളുണ്ട് കേരള കോൺഗ്രസിൻ്റെ. അതിനിപ്പോൾ നാളെ ആരെങ്കിലും കണ്ടു കാണിച്ചാൽ ഇപ്പുറത്തോട്ടും വരാൻ അതിനൊന്നും ഒരു എന്തെങ്കിലും തത്വങ്ങളുടെ പേരിലോ ഒന്നും അല്ലല്ലോ ഈ മുന്നണി മാറ്റവും പാർട്ടി മാറ്റവും ഒന്നും. ചുമ്മാ ആമാശയം പൂരണം എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ പ്രത്യേകിച്ച് ആദർശമോ അങ്ങനെയുള്ളതൊന്നുമില്ല. അപ്പോൾ നമ്മൾ അത് ഒരു അപ്രസക്തമായ കാര്യമാണ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഈ CPMനകത്തു നിന്ന് പുറത്ത് ചാടി, CPMൻ്റെ ഭാഗമായി നിന്ന് പുറത്ത് ചാടി ഇപ്പോൾ പിണറായി വിജയനെതിരെ വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ കേരളത്തിൽ പാർട്ടി ഉണ്ടാക്കി അധികാരം പിടിച്ചെടുക്കും എന്നുള്ള മട്ടിലായിരുന്നു. ആ മസിൽ പിടിച്ചാണ് അദ്ദേഹം പാർട്ടി വിട്ട് പുറത്തോട്ട് ചാടിയത്. പക്ഷേ ഏതാണ്ട് അദ്ദേഹം ഇനി മുട്ടാത്ത വാതിലുകളൊന്നുമില്ല. എല്ലാ വാതിലുകളും ദേശീയ പാർട്ടികൾ മുതൽ താഴെയുള്ള കൊച്ചു പാർട്ടികൾ വരെ മുട്ടി നോക്കിയതാണ്. അപ്പോൾ എങ്ങും ഗതി കിട്ടാതെ വന്ന ഒരവസ്ഥയിലാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ തൃശങ്കൂർ സ്വർഗത്തിലാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ഗതിയില്ല, പരഗതിയില്ലാത്ത സ്ഥിതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ബമ്പർ ലോട്ടറി അടിച്ച പോലാണ് ഈ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉണ്ടാകും. LDFിനകത്തെ അല്ലെങ്കിൽ ഭരണം നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിലെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് പെട്ടെന്ന് ഒരു വീരപരിവേഷത്തിലേക്ക് അൻവർ എത്തിപ്പെട്ടത്. അതായത് ആ സമരവുമായി ഡയറക്റ്റ് ബന്ധമില്ലാതിരുന്ന അൻവറിനെ പിടിച്ചുകൊണ്ട് പോയി രാത്രി വീട് വളഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് അകത്താക്കി. അപ്പോൾ സ്വാഭാവികമായ ഒരു രക്തസാക്ഷി പരിവേഷം, സ്വാഭാവികമായ ഒരു സഹാനുഭൂതി ഒക്കെ UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം അതിനകത്ത് അവർക്കും പറയാനുള്ള ഒരു ന്യായമുണ്ട്. ഒരു MLA ഒരു ജനകീയ ആവശ്യത്തിന് വേണ്ടി സമരം നടത്തിയപ്പോൾ അതിനെ പിടിച്ച് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. കാരണം കേരളത്തിൽ പല സംഭവങ്ങളുണ്ടായിട്ടും ഇതുവരെ അറസ്റ്റ് നടത്തുകയോ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. അപ്പോൾ ഈ കാണിച്ച ശുഷ്കാന്തി മറ്റു കാര്യങ്ങളിൽ നീതി നിർവഹണത്തിൻ്റെ കാര്യത്തിൽ കാണിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അത് അവർക്ക് പോലും ഒരു തിരിച്ചടിയായത്. അറസ്റ്റും അദ്ദേഹത്തിൻ്റെ പുറത്താകലും ജാമ്യം കിട്ടി പുറത്തു വന്നതെല്ലാം CPMന് തന്നെ ഒരു തിരിച്ചടിയായി മാറുക. പക്ഷേ യഥാർത്ഥത്തിൽ അൻവറിനെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ കോൺഗ്രസിനും മുന്നണിക്കും കഴിയുമോ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. ഇന്നലെ ഷിബു ബേബി ജോൺ പറഞ്ഞത് പ്രസക്തമായ ഒരു 1-2 കാര്യങ്ങളുണ്ട്. അതായത് മുന്നണിയിലേക്ക് എടുക്കുക എന്ന് പറയുന്നത് അല്ല പ്രശ്നം. അദ്ദേഹത്തിൻ്റെ നയങ്ങൾ പറയട്ടെ. കാരണം കാലത്തും വീണ്ടും നിലപാട് മാറ്റുന്ന ഒരാളാണ് അൻവർ എന്ന് UDFിലെ ഘടകകക്ഷിയായ RSPയുടെ നേതാവാണ് ഷിബു ബേബി ജോൺ പറഞ്ഞത് തന്നെ. കോൺഗ്രസിനകത്തും പലർക്കും ഉണ്ട്. കാരണം ഈ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ പറയുന്ന വാക്കുകൾക്കോ അല്ലെങ്കിൽ നിലപാടുകൾക്കോ ഒന്നും ഒരു സ്ഥിരതയില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് ഇനി തലയിൽ വലിച്ചു കയറ്റുക എന്ന് പറയുന്നത് ആ റിസ്ക് എടുക്കാൻ അവർ തയ്യാറല്ല. കാരണം PC ജോർജ് 2011-16 കാലത്ത് ഇതേപോലെ തന്നെ PC ജോർജും അൻവറും ഏതാണ്ട് രാഷ്ട്രീയമായി 2 ചേരിയിലാണെങ്കിൽ പോലും രാഷ്ട്രീയ സ്വഭാവം രണ്ടുപേരുടെ ഒന്നാണ്. യാതൊരു നാക്കിനെല്ലില്ലാത്ത രീതിയിൽ എന്ത് പറയുകയും എന്ത് ചെയ്യാനും മടിയില്ലാത്ത 2 നേതാക്കളാണ്. അപ്പോൾ അത് ജോർജ് ഉണ്ടാക്കി വെച്ച തലവേദനയിൽ നിന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് പുറത്തു വരാൻ പാടുപെടുകയാണ് കോൺഗ്രസും UDFും. അപ്പോൾ ഇനി അതേ സ്വഭാവമുള്ള അതേ നിലപാടുകളുള്ള ഒരാളെ കൂടെ വലിച്ചു കയറ്റി വെച്ചിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തായിത്തീരും എന്നുള്ളൊരു കോൺഗ്രസിനകത്ത് ഒരു ഉത്കണ്ഠയുണ്ട്. പിന്നെ പഴയ കോൺഗ്രസ്സുകാരനായ അൻവറിനെ കോൺഗ്രസിലേക്ക് എടുക്കണമെന്നും ഒരു കൂട്ടർക്ക് ചർച്ച ചെയ്യണം, അകത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ പിന്നെ ഒതുങ്ങിയിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കാം എന്നുള്ളത്. പക്ഷേ അൻവറിൻ്റെ വരവ് അത്ര എളുപ്പമായിട്ട് നടക്കത്തില്ല ഒറ്റയടിക്ക്. അത് പല പ്രോസസ്സിലൂടെ കഴിയാതെ അൻവറിനെ കുറേ നടത്തിയതിന് ശേഷമേ UDFിലേക്ക് പ്രവേശിപ്പിക്കൂ എന്നാണ് തോന്നുന്നത്. കാരണം ഒരുപാട് റിസ്ക് എലമെൻ്റ് ഉണ്ട്. കാരണം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിത്വം നോക്കിയിരിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. മലപ്പുറം ജില്ലയിൽ പിന്നെ അൻവർ വന്നാലുണ്ടാകുന്ന പൊളിറ്റിക്കൽ റിയാക്ഷൻസ് ഇതെല്ലാം പരിഗണിക്കാതെ UDFിനോ മുസ്ലിം ലീഗിനോ ഒന്നും അൻവറിനെ വിളിച്ചകത്തേക്ക് കയറ്റാൻ പറ്റത്തില്ല. കാരണം കോൺഗ്രസ് സ്ഥിരമായി മത്സരിക്കുന്ന ഒരു സീറ്റാണ്. ആര്യാടൻ മുഹമ്മദ് 10-30 വർഷത്തോളം പ്രതിനിധീകരിച്ചൊരു മണ്ഡലമാണ്. അവിടെയാണ് കഴിഞ്ഞ 2 തവണ അടുപ്പിച്ച് തോറ്റുപോയത്. ആര്യാടൻ്റെ മകൻ അവിടെ മത്സരിക്കാനായിട്ട് നോക്കിയിരിക്കുന്നു. മലപ്പുറം DCC പ്രസിഡന്റ് ജോയി അവിടെ മത്സരിക്കാനായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അങ്ങനെ പല കോൺഗ്രസ് നേതാക്കന്മാരും ഉന്നമിടുന്നൊരു
ഒരു മണ്ഡലമാണ് അത്. അപ്പം അവരുടെയൊക്കെ താല്പര്യങ്ങൾ, അവരുടെയൊക്കെ എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് അകത്ത് കയറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കേവലം പിണറായി വിരോധം പറഞ്ഞുകൊണ്ട് മാത്രം കയറാൻ പറ്റൂല എന്നാണ് ഇന്നലെ ഷിബു ബേബി ജോണും ഏതാണ്ട് സമാനമായ അഭിപ്രായങ്ങളാണ് ഇതുവരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒന്നുകിൽ അകത്തെടുക്കുകയാണെങ്കിൽ തന്നെ പരമാവധി പത്തി താഴ്ത്തിച്ചതിന് ശേഷമേ എടുക്കാനിടയുള്ളൂ. അല്ല, ഈ പത്തി താഴ്ത്തുന്ന കാര്യം പറയുമ്പോൾ LDF വിട്ടു വന്നപ്പോൾ ഉള്ള അൻവർ അല്ല ഇപ്പോൾ ഉള്ളത്. കാരണം ചേലക്കരയിലെ സ്ഥാനാർത്ഥി മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് അഹങ്കാരത്തോടെ പറ്റില്ല എന്ന് പറഞ്ഞ അൻവറിൽ നിന്നല്ല ഏറെ മാറി ഇപ്പോൾ ഏകദേശം UDFന് വഴങ്ങി ഒരു അഭ്യർത്ഥനയുടെ അല്ലെങ്കിൽ അപേക്ഷയുടെ സ്വരത്തിലാണ് അൻവർ സംസാരിക്കുന്നതെല്ലാം. അതെ, നമ്മൾ നാടോടിക്കാറ്റ് സിനിമയ്ക്കകത്ത് തിലകൻ പറയുന്ന ഡയലോഗില്ലേ, ഞാൻ സറണ്ടർ എന്ന് പറഞ്ഞു, ആ സറണ്ടർ ലൈനിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം എല്ലായിടത്തും കയറി ഇറങ്ങി എല്ലാ വാതിലുകളും മുട്ടിയെങ്ങും ആരും പ്രവേശിപ്പിക്കാത്തൊരു സ്ഥിതി വന്ന് രാഷ്ട്രീയമായി ദുർബലനായിരിക്കുകയാണ്. പൂർണ്ണമായ ദുർബലനായി നിൽക്കുന്ന ഒരു അൻവറാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു പിടിവള്ളി പോലെയാണ് ഈ അറസ്റ്റും അത് സംബന്ധിച്ചുള്ള സംഭവ വികാസങ്ങളും ഉണ്ടായത്. അപ്പോൾ ആ അറസ്റ്റ് കൊണ്ട് എങ്ങനെങ്കിലും UDF സ്വാഭാവികമായി സർക്കാരിനെതിരായിട്ടുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരതിനെ കണ്ടതും സർക്കാർ വിരുദ്ധ ഒരു നിലപാട് സ്വീകരിച്ച ഒരു MLA അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിലുള്ള പിന്തുണ മാത്രമാണ് ഇപ്പോൾ തൽക്കാലം UDF കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷെങ്കിൽ ഇനി ചർച്ചകളുടെ ഭാഗമായിട്ട് അൻവറിനെ കിട്ടിയാൽ ഒരു മണ്ഡലം കൂടെ കിട്ടും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അത് അവർ പരിഗണിക്കാതിരിക്കില്ല. പക്ഷേ എങ്കിൽ തന്നെ പരമാവധി അൻവറിനെ കൊണ്ട് സർവ്വപാപങ്ങളും പറയിപ്പിച്ചിട്ട് എടുക്കാനിടയുള്ളൂ. കാരണം പല അനുഭവങ്ങളുള്ളത് കൊണ്ടും അൻവർ വളരെ ഇരുതല മൂർച്ചയുള്ളൊരു വാളായതുകൊണ്ടും അൻവറിനെ എടുക്കുന്ന കാര്യത്തിൽ വളരെ വളരെ സൂക്ഷിച്ച് ഒരു നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുള്ളൂ. ഈ അൻവറിൻ്റെ കാര്യത്തിൽ ഈ VD സതീശൻ്റെ ഒരു വാക്കിനൊരു വലിയ കടുംപിടുത്തം ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം അപമാനിതനായി എന്നൊരു ഫീല് സതീശനുണ്ടായി. കാരണം ഈ ചേലക്കരയുടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്, അതുകൊണ്ടാണ് ഇനി അൻവറുമായി ചർച്ചയില്ല എന്ന് പറയുന്നത്. സതീശനെ ഏതെങ്കിലും രീതിയിൽ അയയാൻ സാധ്യതയുണ്ടോ? അല്ല, സതീശനെ ഒരു കണക്കിന് നോക്കിയാൽ സതീശൻ്റെ ഒരു പൊളിറ്റിക്കൽ വിക്ടറി കൂടാണ്. കാരണം അങ്ങേയറ്റം ദുർബലനായി ഗതിയിട്ടാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ അൻവർ നിൽക്കുന്നത്. അപ്പോൾ അൻവർ കാല് പിടിച്ചാലേ അകത്ത് കയറാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഡിമാൻഡ് ഉണ്ടാകും തീർച്ചയായിട്ടും സതീശൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഒരുപാട് കണ്ടീഷൻസ് വെക്കും. അത് എങ്ങനെ പെരുമാറണം, ഇങ്ങനെ ഒറ്റയാൻ പോരാട്ടം നടക്കില്ല, ഒറ്റയാൻ ഏർപ്പാടുകൾ നടക്കില്ല എന്നൊക്കെ ഉള്ളത് അവർ കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ട് അകത്ത് കയറ്റത്തുള്ളൂ. അകത്ത് കയറിയിട്ട് പിന്നെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നുള്ള അറിയില്ല. പക്ഷേ ഇപ്പോൾ പന്ത് കയ്യിലിരിക്കുന്നത് സതീശൻ്റെ കയ്യിലാണ്. കാരണം UDF ചെയർമാൻ എന്നുള്ള നിലയിൽ അയാൾക്ക് നിർണായകമായ സ്വാധീനമുള്ളത് കൊണ്ടും അദ്ദേഹമായിരിക്കാം ഒരു ഫൈനൽ വാക്കായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാ സാധ്യതകളും ആലോചിച്ച് ലീഗുമായിട്ടും ലീഗിൻ്റെ ഒരു കൺകറൻസ് അത്യാവശ്യമാണ്. കാരണം മലപ്പുറത്ത് ജില്ലയിലായതുകൊണ്ട് ലീഗിൻ്റെ ഒരു നിലപാട് വലിയ നിർണായക ഘടകമായിരിക്കും. അതുപോലെ തന്നെ മലപ്പുറത്തെ കോൺഗ്രസ്സുകാരുടെ നിലപാട്, ഇതൊക്കെ ആരാഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് പ്രഖ്യാപിക്കേണ്ടി വരും. അതായത് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതും സതീശനെതിരെ നിയമസഭയിൽ പറഞ്ഞതും ഒക്കെ അതിൻ്റെ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ വിശദീകരിച്ച് ഞാനതാ പറഞ്ഞത്, സർവ്വപാപങ്ങളും ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചതിന് ശേഷമേ അകത്തോട്ട് കയറ്റാനിടയുള്ളൂ. അപ്പോൾ അതായിരിക്കാം സംഭവിക്കുന്നത്. പക്ഷേ അൻവറിനെ സംബന്ധിച്ച് അൻവർ വരുന്നത് UDFന് ഗുണം ചെയ്യും. അൻവറിന് സ്വാധീനമുള്ള പഞ്ചായത്തുകൾ ഒക്കെ തിരിച്ചു പിടിക്കാനും കോൺഗ്രസ്സിന് ഒരു പഴയ കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ അൻവറിൻ്റെ സാധ്യതകൾ, പാർട്ടി വിട്ടുപോയാലും അൻവർ തിരിച്ചു വരുന്നതുകൊണ്ട് അൻവറിൻ്റെ ഒരു സാധ്യതയുണ്ട്. ഒരു സീറ്റ് ഉറപ്പിക്കാനും അല്ലെ സമീപ ജില്ലകളിലേക്ക് സമീപ മണ്ഡലങ്ങളിലും ആ സ്വാധീനമൊക്കെ ഉറപ്പിക്കാൻ കഴിയും. അത്ര നിസ്സാരമായ ഒരു കഥാപാത്രമല്ല. പക്ഷേ ഈ നാക്കുകൊണ്ടും വാക്കുകൊണ്ടും അൻവർ ഇങ്ങനെ ആൾക്കാരെ വെറുപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു കഥാപാത്രമായതാണ് കോൺഗ്രസിനും ഒരു ബുദ്ധിമുട്ടുള്ളത്. അതൊക്കെ മാറ്റി പുതിയൊരു ആത്മാവിൽ പ്രവേശിച്ചാൽ കയറുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഈ അൻവർ ഒരു LDF വിട്ടതിന് ശേഷം വളരെ തീർത്തും ദുർബലമായ ഒരു അവസ്ഥയിലായിരുന്നു. അന്നേരമാണ് ഒരു 18 മണിക്കൂറത്തെ ജയിൽവാസം കൊണ്ട് ഇത്രയും വലിയൊരു വീരപരിവേഷം നേടിക്കൊടുത്തത്. ഇത്രത്തോളം മണ്ടത്തരമായൊരു തീരുമാനം എങ്ങനെ വന്നു എന്നുള്ളതാണ് ഈ പിണറായി വിജയനാണ് സർക്കാർ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഭരണത്തിൻ്റെ ഭാഗമായിരിക്കുന്ന നമ്മളെല്ലാവരും വിചാരിക്കും വലിയ ബുദ്ധിമാന്മാരാണ്. ബുദ്ധിയില്ലായ്മ കൊണ്ട് സൃഷ്ടിച്ചു വെച്ച ഒരു മണ്ടത്തരമാണ് ഈ അൻവറിനെ അല്ലെങ്കിൽ അൻവർ ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ നിന്ന് ഔട്ടായി പോയിന് പൂർണ്ണമായും. എങ്ങും ഇല്ലാതെ ഗതിയില്ലാതെ UDFകാർ അനങ്ങുന്ന പോലും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഈ ലോട്ടറി അടിച്ച പോലെ അൻവറിന് കൊണ്ട് ഈ ഒരു അവസരം ഉണ്ടായിക്കോട്ടെ. വീട് വളഞ്ഞ് 10-200 പോലീസുകാരെ കൊണ്ടുവന്ന് ഏതാണ്ട് വലിയൊരു വീരപ്പനെ പിടിക്കുന്ന പോലാണ് പിടിച്ചു കൊണ്ടുപോയി ഇടന്നു. കോടതി സർക്കാരിൻ്റെ വാദങ്ങൾ മുഴുവൻ എടുത്ത് കൊട്ടയിലെറിയുമായിരുന്നു. അപ്പം അങ്ങനെ അതാണ് അൻവറിന് ഒരു ഗുണം കൂടിയത്. അൻവർ സാധാരണ പറയുന്ന ബെടായി പോലെ ആയിരുന്നില്ല. അൻവർ ജെനുവിനായിട്ട് ഒരു ജനകീയ വിഷയമാണ് അൻവർ ടേക്കപ്പ് ചെയ്തത്. അതായത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്,
മനുഷ്യമൃഗ സംഘർഷം കൂടി വരുന്ന ഒരു പ്രദേശമാണ് ഈ നിലമ്പൂരും പരിസരങ്ങളും എല്ലാം. അപ്പോൾ അവിടെ ഒരു ആദിവാസി യുവാവിനെ ചവിട്ടിക്കൊന്ന വിഷയത്തിൽ സർക്കാരിൻ്റെ നിരുത്തരവാദപരമായ പെരുമാറ്റവും ആ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളപ്പോഴാണ് ഒരു സ്വാഭാവികമായ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന കാര്യമാണ്. അതിനാണ് അൻവറിനെ മുഖ്യസ്ഥാനത്ത് പ്രതിയാക്കി കൊണ്ടുപോയി പ്രതികളുടെ പേര് പോലും അറിയാൻ വയ്യാത്ത രീതിയിലാണ് റിമാൻഡ് റിപ്പോർട്ട് വരെ കൊടുത്തത്. അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അൻവർ വലിയൊരു പരിവേഷം വന്ന് അൻവർ പുറത്തിറങ്ങി. ഇപ്പോൾ അൻവറിന് കോൺഗ്രസ്സുകാരുമായിട്ട് അല്ലെങ്കിൽ UDF-ഉമായിട്ട് ബാർഗെയിൻ ചെയ്യാനുള്ളൊരു ശക്തി പോലും കിട്ടി. അപ്പോൾ അത് അൻവറിന് രാഷ്ട്രീയമായി ഗുണം ചെയ്യും. അത് CPM എന്ന് പറയുന്ന പാർട്ടി ചെയ്തു കൊടുത്ത് വലിയൊരു ഉപകാരമാണ്. അല്ലെങ്കിൽ അത് രാഷ്ട്രീയത്തിൽ നിന്ന് തേഞ്ഞു പോകേണ്ട കേസായിരുന്നു. അതിനെ വീണ്ടും റിവൈവ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പുനർജീവൻ കൊടുത്ത് കൊണ്ടുവന്ന് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ അൻവർ പറയുന്നതിനെ ഇവർക്ക് ഇനി നിഷേധിക്കാൻ പറ്റാത്ത വിഷയം. അൻവർ പറഞ്ഞ ഒരു ജനകീയ ഇഷ്യൂ ആണെന്നുള്ള കാര്യം ഇവർക്ക് സമ്മതിക്കേണ്ടി വരും. അല്ലാതെ വേറെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ അൻവർ സമരം നടത്തിയത്.